Jesus is enough. Jesus is enough. Jesus is enough. Jesus is enough. Jesus is enough എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ലോക ജീവിതത്തിൽ എല്ലാറ്റിനും മതിയായ ഉത്തരങ്ങൾ ലഭിക്കാത്തവരാണ് നാം മനുഷ്യർ. എല്ലാറ്റിനും മതിയായ പരിഹാരങ്ങൾ ഇല്ല, മതിയായ നീതിയില്ല. എന്നാൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കണ്ണോടിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ജീസസ് ഈസ് ഇനഫ്. എല്ലാറ്റിനും കർത്താവ് മതിയായവനാണ്. നമ്മുടെ ജീവിതത്തെ തൃപ്തികരമാക്കുവാൻ, പ്രസാദകരമാക്കുവാൻ, അനുഗ്രഹീതമാക്കുവാൻ യേശു മതിയായവനാണ്. ആകയാൽ ഈ ജീസസ് ഈസ് ഇനഫ് എന്ന മനോഹരമായ തിരുവചന ആത്മീയ സന്ദേശ പരമ്പരയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 18 വാക്യം പറയുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന ഈ ബാലൻ ഇസ്മായേലാണ് എന്നും ഇവൻ അബ്രഹാമിന്റെ സന്താനമാണെന്നും ദാസിയായ ഹാഗറിൽ പിറന്നവനാണെന്നും നമുക്കറിയാം. ഒരു സമയത്ത് വിശ്വാസികളുടെ പിതാവായി വിളിക്കപ്പെടുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം സാറായി എന്ന തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകില്ല എന്ന നിരാശയിൽ തൻ്റെ ദാസിയെ പ്രാപിക്കാനും അതിലൂടെ തലമുറകളെ ജനിപ്പിക്കാനും ഭർത്താവിനോട് ബുദ്ധി ഉപദേശിച്ചവൾ ദൈവത്താൽ വാക്തത്വം പ്രാപിച്ച് ഇസഹാക്ക് പിറക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ദാസിയെയും പുത്രനെയും ഒരു തുരുത്തി വെള്ളവുമായി വീട്ടിൽ നിന്ന് പുറത്താക്കി കളയുന്ന അനുഭവം വെളിപ്പെട്ടു. അവർ പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുടിപ്പാൻ കയ്യിലുള്ള വെള്ളം തീർന്നിട്ട് കുഞ്ഞ് കിടന്നു കരയുമ്പോൾ കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യാത്ത മാതാവ് ഒരു സ്ഥലത്ത് കുഞ്ഞിനെ കിടത്തി. അവൾ തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ അതിശക്തമായ ആലോചനയുമായി അവളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടതായിരുന്നു നാം വായിച്ചു കേട്ട വേദഭാഗം. അബ്രഹാമും സാറായും അവരുടെ നേട്ടത്തിനു വേണ്ടിയാണ് ഹാഗറിനെ ഉപയോഗിച്ചത്. കാരണം മഹാധനവാനായിരുന്നു അബ്രഹാം. പൊന്നും വെള്ളിയും മൃഗസമ്പത്തും അനേക ദാസീദാസന്മാരുമായി വലിയ സമ്പന്നതയിൽ ഉണ്ടായിരുന്ന അവർക്ക് അവകാശികളായി തലമുറകൾ ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന്റെ കാലത്ത് യജമാനന്മാരുടെയോ യജമാനത്തിമാരുടെയോ തലമുറകൾ ഇല്ലാത്ത അനുഭവം വന്നാൽ അവരുടെ ദാസന്മാർക്കോ ദാസിമാർക്കോ ഇവരുടെ സമ്പത്ത് മരണശേഷം വന്നു ചേരും. അവകാശികൾ അവരായി മാറും. ഈ നിയമവും ഈ തത്വവും നിൽക്കുന്ന കാലഘട്ടത്തിൽ സാറായി തൻ്റെ ദാസിയിലൂടെ പുത്രനെ ജനിപ്പിച്ച് അവകാശം സ്ഥാപിക്കുവാൻ, പല വഴിക്കിത് ചിതറിപ്പോകാതെ ഒരു കേന്ദ്രത്തിലാക്കുവാൻ തൻ്റെ സൂത്രത്തിൽ നോക്കുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത വാഗ്ദത്തം ഇസഹാക്കാണെന്ന തിരിച്ചറിവിലാണ് അവർ പുറത്താക്കിയത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, അവർ ഒരു സമയം അവരുടെ നേട്ടത്തിനു വേണ്ടി ഹാഗറിനെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ അവരുടെ
നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ വഴികൾ തുറന്നു വന്നു, അവരുടെ കാര്യങ്ങൾ സെറ്റാകാൻ തുടങ്ങി. അപ്പോൾ ഇവളൊരു ബാധ്യതയായി മാറി, ഇവളുടെ പുത്രനും ഒരു അധികപ്പറ്റായി മാറി. അപ്പോൾ അവർ തീരുമാനിച്ചു ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. എന്നാൽ ദൈവം അവളെ ഓർത്തു. കുഞ്ഞിന്റെ കരച്ചിൽ ഭൂമിയിൽ കേൾപ്പാൻ ഇടയായി തീർന്നു. ഈ രാത്രിയിൽ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടിയും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും അവർക്ക് നല്ല ജീവിതം ഉണ്ടായി കാണേണ്ടതിന് വേണ്ടിയും നീ അധ്വാനിച്ചു, നീ ഓടി, നീ വിയർത്തു, നിന്റെ സമയവും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നീ സമർപ്പിച്ചു. അവസാനം അവർ നല്ല നിലയിലെത്തിയപ്പോൾ നിന്നെ മറന്നു, നിന്നെ ഉപേക്ഷിച്ചു, നിന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ കണ്ടാൽ അറിയാത്ത ഭാവം, ചിരി ഇല്ല, ലവലേശമില്ല. തള്ളിക്കളയപ്പെട്ട കറിവേപ്പില പോലെ കറി ഉണ്ടാക്കുന്നത് വരെ ഉപയോഗിക്കാനായി കഴുകി സൂക്ഷിച്ച് സേഫായി തൻ്റെ കൈവശം സൂക്ഷിച്ച ആ വ്യക്തികൾ തന്നെ കറി റെഡിയായപ്പോൾ നല്ല പോലെ ഒഴിവാക്കി മാറ്റിയതുപോലെ ആ കറിവേപ്പിലയുടെ സ്ഥാനത്ത് നീ നിൽക്കുന്നുവെങ്കിൽ, ഹാഗറിനെയും കുഞ്ഞിനെയും പുറത്താക്കി കളഞ്ഞ മനുഷ്യരെ കണ്ട ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു, അവരോട് സംസാരിച്ചു. കരഞ്ഞ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ഹേതുവായി ആ തലമുറയുടെ മേൽ ഒരു വാഗ്ദത്തം വന്നു, ഇവനെയും ഞാനൊരു ജാതിയാക്കും. ആ കുഞ്ഞ് കിടക്കുകയായിരുന്നു, കിടന്നു കരയുകയായിരുന്നു. ദൈവാത്മാവ് അവിടെ ഇടപെട്ടു. ദൈവശബ്ദം ഇങ്ങനെ അരുളി ചെയ്തു, താങ്ങി എഴുന്നേൽപ്പിക്കുവിൻ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, ചിലർ അവരുടെ നന്മയ്ക്ക് വേണ്ടി നിന്നെ യൂസ് ചെയ്തിട്ട് അവസാനം യൂസ്ലെസ് എന്ന് പറഞ്ഞ് നിന്നെ വലിച്ചെറിഞ്ഞ് അവരുടെ കാര്യത്തെ സാധ്യമാക്കിയ ശേഷം നിന്നെ മറന്നുവെങ്കിൽ, നീ കരഞ്ഞ് തളർന്ന് കിടക്കുന്ന കിടക്കയിൽ നിന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൂതുമായി, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുമായി തൻ്റെ വചനത്തിലൂടെ ഇപ്പോൾ ഇടപെടുകയാണ്. നീ തളർന്ന് കിടക്കുന്ന ഇടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ രാത്രിയിൽ നീ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ഈ സമയത്ത് നീ തിരിച്ചറിയേണ്ട സത്യം, നിന്നെ താങ്ങി വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. അബ്രഹാമും സാറായും അവരുടെ നേട്ടത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ യൂസ്ലെസ് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞതിനെ ദൈവം യൂസ്ഫുള്ളാക്കി മാറ്റിയ ചരിത്രം വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, ഇസ്മായിലിനെ തള്ളിക്കളയാത്ത ദൈവം, ഹാഗറിനെ തള്ളിക്കളയാത്ത ദൈവം, മരുഭൂമിയിൽ ജല ഉറവ തുറന്ന ദൈവം ഇന്ന് നിന്നെ നോക്കി ആത്മാവിൽ പറയുന്നു, എല്ലാം അവർക്ക് കൊടുത്ത്, ജീവിതവും കൊടുത്ത്, സമയവും കൊടുത്ത്, സമ്പത്തും കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, നീ സമർപ്പണത്തോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടുകൂടെ പ്രവർത്തിച്ചിട്ട് അവർക്ക് നല്ല കരിയർ ഉണ്ടായപ്പോൾ, അവർക്ക് നല്ല ജീവിതമുണ്ടായപ്പോൾ, അവർക്ക് നല്ല നിലവാരത്തിലുള്ള ലൈഫ് ഉണ്ടായപ്പോൾ, നിന്നെ മറന്ന് പുറത്താക്കി കളഞ്ഞ പുതിയ ബന്ധങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡായി പഴയ കൈത്താങ്ങിയ ബലപ്പെടുത്തിയ നിന്നെ ഉപേക്ഷിച്ച് പുറത്താക്കി കളഞ്ഞ അനുഭവത്തിൽ നിൽക്കുന്ന നിന്നോട് പറയുന്നു, നീ നിരാശപ്പെട്ട് തളർന്ന് ഇനിയും കരഞ്ഞോണ്ട് കിടക്കണ്ട. നിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന് നിന്റെ കിടക്കയിൽ നിന്ന് നിന്നെ വീണ്ടും താങ്ങി എഴുന്നേൽപ്പിച്ച് നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ യേശു ക്രിസ്തുവാണ്. അവൻ ഹാഗറിന്റെ ദൈവമാണ്. അവൻ ഇസ്മായിലിന്റെ ദൈവമാണ്. അവൻ അബ്രഹാമിയ സന്തതികളുടെ ദൈവമാണ്. ഈ സമയം ഞാൻ നിന്നോട് ആത്മാവിദൂത് പറയുന്നു, വീണ്ടും നിന്നെ അവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ മരുഭൂമിയിൽ കൂടെ ഒഴുകി വരുന്ന നനയ്ക്കുന്ന ഒരു നീരുറവയെ ഞാൻ കാണുന്നു. അത് നിന്നെ ലക്ഷ്യമാക്കി ഒഴുകുന്നു. അത് നിന്നെ നനയ്ക്കുവാനായി ഒഴുകുന്നു. അത് നിനക്ക് കുളിര് നൽകുവാനായി ഒഴുകുന്നു. അത് നിന്റെ ദാഹത്തെ ശമിപ്പിക്കുവാനായി ഒഴുകിയെത്തുന്നു.
അത് മുട്ടോളമല്ല, അതരയോളവുമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നിലയിൽ ആത്മാവിന്റെ നിറവായി നിന്റെ മേൽ ഒഴുകിയെത്തും. ആരെല്ലാം തള്ളിയാലും നിന്നെ അവൻ തള്ളില്ല. കാരണം അവൻ തള്ളപ്പെടുന്ന വേദന അനുഭവിച്ചവനാണ്. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ സകല നാമത്തിലും മേലായ നാമമാക്കി സ്വർഗത്തിലെ ദൈവം തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റിയെങ്കിൽ ആ ജീസസ് ക്രൈസ്റ്റ് നിന്നോട് പറയുക, തള്ളപ്പെട്ട ഞാൻ ഇന്ന് ഇത്രയും ഉയരത്തിലിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെയും ഉയർത്തി മാനിക്കും, നിന്നെയും ചേർത്ത് പിടിക്കും. നിന്നെ ഞാൻ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. മരുഭൂമിയിലും ഹാഗറിനും തലമുറയ്ക്കും ദൈവം മതിയായവനായിരുന്നു. ദാഹിച്ചിരിക്കുന്നവർക്ക് അവൻ മതിയായവനായിരുന്നു. കരഞ്ഞവർക്ക് അവൻ മതിയായവനായിരുന്നു. തളർന്നു കിടന്നവർക്ക് അവൻ മതിയായവനായിരുന്നു. എന്തു ചെയ്യുമെന്നറിയത്തില്ലാതെ പകച്ചു പോയവൾക്ക് അവൻ മതിയായവനായിരുന്നു. അപ്പൻ കൂടെയില്ലാത്ത എങ്ങനെ ഒരമ്മ ഒരു മകനെ വളർത്തിയെടുക്കും? എങ്ങനെ അന്നം കൊടുക്കും? എവിടെ താമസിക്കും? എങ്ങനെ ജീവിക്കും? ആര് സഹായിക്കും? തിരുവെടുത്തു പറയുന്നു, മരുഭൂമിയിൽ തന്നെ ഇസ്മായേൽ വളർന്നു വന്നുവെന്ന്. അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ, അവൻ മുതിർന്നു കഴിഞ്ഞപ്പോൾ അവൻ ഒരു വില്ലാളിയായി തീർന്നുവെന്ന്. എന്താണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്? തിരുവചനം പറയുന്നു, അവൻ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഒരു വില്ലാളിയായി മാറിയെന്ന്. മരുഭൂമിയിൽ മരണം കാത്തു കിടന്നവൻ ആ മരുഭൂമിയിൽ തന്നെ വില്ലാളിയായി മാറി. ഇന്ന് ഈ സമയം നീ ഉറപ്പിച്ചോ, നീ ഒരു വില്ലാളിയായി മാറും. നീ നല്ല ഒരു യോദ്ധാവായി മാറും. നീ നല്ല ഒരു പോരാളിയായി മാറും. അതിനുള്ള ധീരതയും അതിനുള്ള ധൈര്യവും അതിനുള്ള ശക്തിയും നിന്റെ ഉള്ളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം പുറത്തെടുക്കുകയും നിന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും. താങ്ങി അന്ന് അമ്മയിലൂടെ ബാലനെ എഴുന്നേൽപ്പിച്ച ദൈവം ഇന്ന് ഈ വചനത്തിലൂടെ നിന്നെ വീണ്ടും കിടന്ന് കരയുന്ന ഇടത്തു നിന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ദാഹം ശമിപ്പിക്കുന്ന ഒരു ഉറവയായി തിരുവചനം നിന്നിലേക്ക് ഒഴുകുകയാണ്. ഒന്നും കണ്ട് പതറണ്ട, തോറ്റുപോയെന്ന വിചാരവും വേണ്ട. നിന്നെ വില്ലാളിയാക്കാൻ ഈ ദൈവം മതിയായവനാ. ജീസസ് ഈസ് ഇനഫ്.